രാവിലെ തന്നെ ഈ ചിരിച്ചുകൊണ്ട് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. എന്നാൽ പോയപ്പോഴുള്ള സന്തോഷം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എനിവേ ഖത്തറിലെ വിമൻസ് വെൽനസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഹോസ്പിറ്റലിലെ എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ആയിരുന്നുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തലേ ദിവസം ഞാൻ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. എന്നാലും രാവിലെ ഒരു ഇൻ്റർവ്യൂവിന് പോണ ഫീലിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് 7:50 ആയിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ്. എല്ലായിടത്തെയും പോലെ 30 മിനിറ്റ്സ് ബിഫോർ നമ്മളവിടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അവിടെ നിന്നാണ് ട്വിസ്റ്റ് ഉണ്ടായത്. ഞങ്ങൾ കാര്യം കൃത്യസമയത്തൊക്കെ എത്തി, അന്വേഷിച്ച് പിടിച്ച് ടോക്കണൊക്കെ എടുത്ത് ഹസ്ബൻഡിനെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് വിട്ടിട്ട് ഞാൻ അകത്തോട്ട് കയറി. ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഖത്തറിലെ ഹോസ്പിറ്റലുകളിൽ ഫീമെയിൽ സെക്ഷനിലോട്ട് ആൺകുട്ടികൾക്ക് പ്രവേശനമില്ല കേട്ടോ. നമ്മൾ തന്നെ അകത്ത് കയറി ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം. അങ്ങനെ ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് എൻ്റെ അപ്പോയിൻമെൻറ്റ് റീസ്കെഡ്യൂൾ ചെയ്ത് 9:40 ആക്കിയായിരുന്നു എന്ന്. അതുകൊണ്ട് അവർക്കിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാനും വിട്ടുകൊടുത്തില്ല. റീസ്കെഡ്യൂൾ ചെയ്തെങ്കിൽ അതെന്നെ നേരത്തെ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ലാസ്റ്റ് ഹമദിയിൽ നിന്ന് വന്ന മെസ്സേജസൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിലെല്ലാം 7:50 എന്നുള്ള ടൈം ആയിരുന്നുകൊണ്ട് അവർ പലരെയും വിളിച്ച് സംസാരിച്ച് ഒടുക്കം 7:50 തന്നെ അപ്പോയിൻമെൻറ്റ് തരാം എന്നുള്ള ഡിസിഷനിലെത്തി. അങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ പേയ്മെൻ്റ് ഒക്കെ തീർത്തിട്ട് വൈറ്റൽസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് തുടങ്ങി. പക്ഷേ അഗെയിൻ ടെസ്റ്റ്, എൻ്റെ ഗതികേടിന് അവരടിച്ച ടോക്കൺ മാറിപ്പോയി. വൈറ്റൽസ് എടുക്കാനായിട്ട് ഒരിടത്തോട്ട് പോയപ്പം അവർ പറഞ്ഞു ഇത് ഇവിടെ അല്ല അപ്പുറത്താണെന്ന്. അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർക്കും കൺഫ്യൂഷൻ. അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനും കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ലാബിലൊക്കെ പോയി വന്നപ്പോഴത്തേട്ട് പവനായി ശവമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാര്യം 2-2.5 മണിക്കൂറത്തെ പരിപാടി ഉള്ളായിരുന്നെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഗനൈസ്ഡ് അല്ലാതിരുന്നുകൊണ്ട് വല്ലാത്തൊരു മടുപ്പായി പോയിട്ടോ. ഖത്തറിലെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? നല്ലതാണല്ലോ അല്ലെങ്കിലും ആ എക്സ്പീരിയൻസസ് കമൻറ്റായി ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത വിസിറ്റിൽ എല്ലാം പക്കയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.